ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവർക്ക് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്തത്ര സുരക്ഷിതമായൊരു സ്ഥലത്ത് ആരുടെയും കണ്ണിൽപ്പെടാതെ തന്നെ അനൂപേട്ടനെ ഒളിപ്പിക്കണം. ശരിയാ, അങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിക്കണം. പേടിക്കണ്ട, അങ്ങനൊരു സ്ഥലം എനിക്കറിയാം. സച്ചേട്ടാ, നമുക്കിപ്പോ തന്നെ പോയി അഡ്വക്കേറ്റ് കൃഷ്ണഭദ്രനെ കാണണം. എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. അപ്പോ ഒരു കോംപ്രമൈസിന് ഇപ്പൊ സാധ്യതയില്ല അല്ലേ? ഇല്ല, അയാളുടെ ഏക സഹോദരിയാണല്ലോ മരിച്ചത്. ഇങ്ങനൊരു കേസില് അയാൾ നമ്മളുമായി കോംപ്രമൈസ് ചെയ്യുമെന്ന് വിചാരിച്ചു തന്നെ തെറ്റായിപ്പോയി. അതുമാത്രമല്ല, കമ്മീഷണർക്ക് കേസ് കൊടുത്തതും അയാൾക്ക് ഇഷ്ടമായിട്ടില്ല. എല്ലായിടത്തും അയാളുടെ ആളുകളുണ്ട്, പോലീസ് സ്റ്റേഷനിലും പുറത്തും ജയിലിനകത്തും എല്ലാം. റിമാൻഡിലായി അനൂപേട്ടൻ ജയിലിലെത്തിയ അവിടെ വെച്ച് അയാളുടെ ആളുകൾ അനൂപേട്ടനെ ഉപദ്രവിക്കും. സർ, ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. എങ്ങനെയെങ്കിലും അനൂപേട്ടനെ ഒന്ന് രക്ഷിക്കണം. ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങള് സാറിനെ കാണാൻ വന്നതും. ഈ മധുവിന്റെ കാര്യം അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. പണ്ട് കോടതി മുറ്റത്ത് വെച്ച് ഒരു ഓപ്പോസിറ്റ് ഗ്യാങ് ലീഡറെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിൽ കോടതിയിൽ ഞാൻ അയാളെ ക്രോസ് ചെയ്തിട്ടുണ്ട്. പറയുന്നതിലും ചെയ്യുന്നതിലും അയാൾ ഉറച്ചു നിൽക്കും. അസാമാന്യമായ മെന്റൽ പവറാണ് അയാൾക്ക്. എന്തെങ്കിലും ഒരു വഴി കണ്ടേ പറ്റൂ സർ. അനൂപിനെ നമുക്ക് ജാമ്യത്തിൽ ഇറക്കാം. പക്ഷേ 2 ദിവസത്തേക്ക് കോടതി അവധിയാണ്. അയ്യോ, 2 ദിവസം ലോക്കപ്പിനുള്ളിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ റിസ്ക് ആണ്. നിങ്ങൾ പറഞ്ഞ പോലെ പോലീസിനകത്തും അയാൾക്ക് തന്റെ ആളുകളുണ്ട്. അവർ വിചാരിച്ചാൽ പോലീസ് സ്റ്റേഷനിൽ എന്തും ചെയ്യാൻ പറ്റും. ഒരു തവണ അറ്റംപ്റ്റ് നടന്ന സ്ഥിതിക്ക് ഇനി റിസ്ക് കൂടുതലാണ്. ഞാൻ ആ CI ആയിട്ടൊന്ന് ആലോചിക്കട്ടെ. എന്തായാലും നിങ്ങൾ ജാമ്യത്തിന് വേണ്ട മറ്റു ഏർപ്പാടുകളൊക്കെ ചെയ്യുക. എന്തെങ്കിലും ഒരു വഴിയുണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കാം. സർ, ഇനിയും താമസിച്ചാ ടെൻഷൻ ആവണ്ട, നമുക്ക് ശരിയാക്കാം. എന്നാ പിന്നെ ഞങ്ങൾ പൊയ്ക്കോട്ടെ സർ. ശരി, വിവരങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ശരി, വാ. സച്ചേട്ടാ, എന്താ ഈ കാര്യങ്ങളൊക്കെ? ജാമ്യത്തിലുള്ള ഏർപ്പാടുകളൊക്കെ ശരിയായോ? ഞങ്ങള് അഡ്വക്കേറ്റ് കൃഷ്ണഭദ്രൻ സാറിനെ കണ്ടിട്ടാ വരുന്നേ. കേസ് ഞങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ജാമ്യത്തിന്റെ കാര്യം എത്രയും പെട്ടെന്ന് റെഡിയാക്കാന്നാ അദ്ദേഹം പറഞ്ഞത്. ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, ആ ചെങ്കൽ മധുവിന്റെ പ്രശ്നം എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണം. ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ പിന്നെ അനൂപേന്റെ ജീവന് ഒരു ഭീഷണി ഉണ്ടാവാൻ പാടില്ല. അഡ്വക്കേറ്റ് കൃഷ്ണഭദ്രൻ സാറിനെ എനിക്കറിയാം. അദ്ദേഹം വളരെ മിടുക്കനാ. തന്റെ കക്ഷികളെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോവും. ഈ തീരുമാനം നന്നായെന്ന് ഞാൻ പറയൂ. എന്ത് വില കൊടുത്തും സുരക്ഷിതമായി തന്നെ അനൂപേട്ടനെ അദ്ദേഹം രക്ഷിക്കും. പക്ഷേ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നം വേറൊന്നോ. അത് ഓർക്കുമ്പോൾ എനിക്ക് പേടിയുണ്ട്. അനൂപേട്ടനെ മുന്നിൽ കൊണ്ടു കൊടുക്കാന്ന് സച്ചിയേട്ടൻ ആ ചെങ്കൽ മധുവിന് വാക്ക് കൊടുത്തതാ. ആ സ്ഥിതിക്ക് അയാൾ അതിൽ നിന്ന് പിന്മാറില്ല. ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്ന അനൂപേട്ടനെ കിട്ടിയില്ലെങ്കിൽ
അവര് സച്ചിയേട്ടന്റെ പിന്നാലെ വരും. അതെങ്ങനെങ്കിലും നമുക്ക് നേരിടാം. ആരെങ്കിലും കൊണ്ട് സംസാരിപ്പിച്ച് ഒത്തുതീർപ്പാക്കി പ്രശ്നങ്ങൾ പറഞ്ഞവസാനിപ്പിക്കാം. പക്ഷേ ജാമ്യത്തിൽ ഇറങ്ങുന്ന അനുപേന്റെ ശരീരത്തിൽ ഒരു പോറല് പോലും ഏൽക്കാൻ പാടില്ല. അതിനുള്ള വഴികളാ നമ്മൾ ആലോചിക്കേണ്ടത്. അതിനൊരു വഴിയേ ഉള്ളൂ. കുറച്ചു ദിവസത്തേക്ക് അനൂപേട്ടനെ എവിടേക്കെങ്കിലും മാറ്റി നിർത്തണം. അവർക്ക് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്തത്ര സുരക്ഷിതമായൊരു സ്ഥലത്ത് ആരുടെയും കണ്ണിൽപ്പെടാതെ തന്നെ അനൂപേട്ടനെ ഒളിപ്പിക്കണം. ശരിയാ, അങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിക്കണം. പേടിക്കണ്ട, അങ്ങനൊരു സ്ഥലം എനിക്കറിയാം. ആണോ? എവിടെയാണ് സ്ഥലം? അതൊക്കെ ഞാൻ പറയാം. നിങ്ങൾ പേടിക്കണ്ട, ഈ കാര്യത്തില് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ജാമ്യത്തിൽ ഇറങ്ങിയാൽ ഉടൻ തന്നെ നമുക്ക് അനൂപേട്ടനുമായി അവിടേക്ക് പോവാം. കുറച്ചു ദിവസം അനൂപേട്ടനുമായി ഞാനും അവിടെ നിൽക്കാം. ആ സമയം കൊണ്ട് ചെങ്കൽ മധുവുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്തിട്ട് നിങ്ങളൊരു സെറ്റിൽമെന്റിലെത്തണം. അതിനുശേഷം അനൂപേട്ടനെ തിരിച്ചു കൊണ്ടുവരാം. എന്തു പറയുന്നു? ഞങ്ങളെ സഹായിക്കാൻ കാണിച്ച ധനുഷിന്റെ ഈ നല്ല മനസ്സിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. സച്ചേട്ടാ, ഞങ്ങളിവിടെ എത്തിയണ്ണ. ആളിവിടെ തന്നെ ഉണ്ട്. കൊടുക്കാം. നിങ്ങൾക്ക് സംസാരിക്കും. ആരാ നിങ്ങളൊക്കെ? അയ്യോ, എന്നെ മനസ്സിലായില്ലേ? ഞാൻ തമ്പാൻ. വെറും തമ്പാനല്ല, ജയേഷ് തമ്പാൻ. ഇതെന്റെ ഹെൽപ്പറാ. ഞങ്ങൾ ചെങ്കൽ മധുവിന്റെ ആൾക്കാരാ. മധുവണ്ണ ലൈനിലുണ്ട്, സംസാരിക്കും. ഞങ്ങൾക്ക് തീരെ സമയമില്ല, വേഗം സംസാരിക്കും. എന്താ സച്ചി ഇത്? എന്നോടൊരു വാക്ക് പറഞ്ഞ അത് പാലിക്കണ്ടേ? അത് പിന്നെ അനുപേട്ടൻ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടില്ല. അതെനിക്കറിയാം. നമുക്ക് ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട്.